നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള മണി ആൻഡ് ബാങ്കിങ്ങിലത്തെ ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ടോപ്പിക്കിലേക്ക് വരാം. ബാർട്ടർ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ നമുക്ക് ഏകദേശം കുറഞ്ഞ കാലഘട്ടത്തിൽ, അതായത് 2015 കാലഘട്ടത്തിലൊക്കെയാണ് നമുക്ക് ബാർട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കുറഞ്ഞു വന്നത്. അതിനു മുമ്പ് നമുക്കിവിടെ പറഞ്ഞു വരുന്നത് മെസപ്പൊട്ടോമിയ ട്രൈബൽ, അതായത് നമുക്കവിടെ 6000 വർഷം പഴക്കം, അതായത് ബിഫോർ ക്രൈസ്റ്റ്, BC 6000 BCക്ക് മുമ്പാണ് നമുക്കവിടെ ബാർട്ടർ സിസ്റ്റം നമുക്കവിടെ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ മെല്ലെ കണ്ടിട്ട് നമുക്കവിടെ എന്താണ് ഇതിൻ്റെ ഒരു പോരായ്മ, ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ കാര്യങ്ങൾ മുഖേനയാണ് നമ്മളവിടെ മണി സിസ്റ്റത്തിലേക്ക് നമുക്കവിടെ മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കവിടെ ബാർട്ടർ സിസ്റ്റത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമുക്കത് പണത്തിലേക്ക് മാറാൻ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും പോരായ്മയൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കവിടെ ബാർട്ടർ സിസ്റ്റവും കാര്യങ്ങളും നമ്മളവിടെ മാറ്റിക്കൊണ്ടുവന്നത്. ഇനി എന്താണ് ബാർട്ടർ സിസ്റ്റം എന്നുള്ളതും കൂടി നമുക്ക് ഫസ്റ്റ് അവിടെ നോക്കാം. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയാൻ നമുക്കിവിടെ അറിയാം, നമ്മൾ പരസ്പരം വിനിമയം, അതായത് സാധന സേവനങ്ങളുടെ വിനിമയം, അതായത് പണമല്ലാതെ വസ്തുക്കൾ മാത്രം നമ്മളവിടെ വിനിമയം ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം കൊണ്ട് നമുക്കവിടെ പറയുന്നത്. ഇനി അതിൻ്റെ പോരായ്മ നമുക്കവിടെ പറയുന്നത് നമുക്കൊരു 4 പോരായ്മ നമുക്കവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പണം എന്നുള്ളൊരു വസ്തു വന്നോട് കൂടിയിട്ട് നമുക്ക് എല്ലാത്തരം പ്രശ്നങ്ങളും നമുക്കവിടെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഒന്നാമത്തെ പോരായ്മ നമുക്കവിടെ ബാർട്ടർ സിസ്റ്റത്തിന് നമുക്കവിടെ പറയുന്നത്, ഒന്ന് ഡിഫിക്കൽട്ടി ഓഫ് ഡബിൾ കോൺസിഡൻസ് ഓഫ് വാൺസ് ആണ് നമുക്കവിടെ പറയുന്നത്. എനിക്ക് കൊടുക്കാനുള്ളൊരു വസ്തു ഒരാൾക്ക്, എൻ്റെ കയ്യിൽ എന്ത് വസ്തുവാണോ ഉള്ളത് ആ വസ്തു ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ട വസ്തു തന്നെയാണ് മറ്റൊരാളടുത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ആവശ്യകത നമുക്ക് വന്നു വെച്ചാൽ പണത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇരു കൂട്ടരുടെയും നമുക്ക് എന്താണ് ആവശ്യങ്ങൾ ഒരേ തുല്യമായിട്ടുള്ള രീതിയിലാണ്. എനിക്ക് കുമ്പളങ്ങ വേണം, മറ്റൊരു വസ്തു അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് വേറെ പകരമായിട്ടുള്ള വല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ എനിക്ക് അതാണ് ആവശ്യിച്ചാൽ അവിടെ നമുക്ക് ഇവിടെ എന്താണ് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് അവിടെ നിലവിലില്ലാതെ വാങ്ങിക്കാൻ സാധിക്കും. അതല്ല, എൻ്റെ കയ്യിലുള്ളൊരു വസ്തു കൊടുക്കുമ്പോൾ അയാൾക്കൊരു തൃപ്തിക്കുറവ്, കാരണം അയാൾക്ക് എൻ്റെ കയ്യിലത്തെ വസ്തു അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ എല്ലാ കാഴ്ചപ്പാടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബാർട്ടർ സിസ്റ്റം നമുക്കൊരു ഫെയിലിയർ ആണ് എന്ന് നമുക്കവിടെ പറയാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ നമുക്കവിടെ പറയുന്നത് ഈ ഒരു വസ്തുവിന് നമുക്കവിടെ പറയുന്നത് ഡിഫിക്കൽട്ടി ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ് ആണ് ഫസ്റ്റ് പോരായ്മ നമുക്കവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കവിടെ പറയുന്നത് ലാക്ക് ഓഫ് മെഷർ ഓഫ് വാല്യൂ ആണ് നമുക്കവിടെ രണ്ടാമത്തെ പറയുന്നത്. ഇനി നമ്മൾ പണ്ടത്തെ കാലത്ത് എന്ന് പറയാൻ നമുക്ക് ബാർട്ടർ സമ്പ്രദായം നമ്മൾ പറഞ്ഞു വസ്തുക്കളും മുഖേന ഉണ്ടാകുന്ന വിനിമയമാണ് നമുക്കവിടെ പറയുന്നത്. അപ്പോൾ അവിടെ വിനിമയം ചെയ്യുന്ന വസ്തുവിൻ്റെ മൂല്യം എന്നുള്ളത് നമുക്കവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, കറക്റ്റായിട്ട് നമുക്കവിടെ തിട്ടപ്പെടുത്താൻ നമുക്കവിടെ സാധിക്കുന്നില്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമുക്കവിടെ ഗോൾഡോ സിൽവറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗോൾഡിൻ്റെ മൂല്യം എന്താ, ഒരു സിൽവറിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കവിടെ വളരെയധികം വാല്യൂ മനസ്സിലാക്കി എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് എന്ന് പറയാൻ നമുക്കറിയാം സ്വർണത്തിന് ഇത്രയാണ് മൂല്യം, അല്ലെങ്കിൽ വെള്ളിക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഇത്രയാണ് അതിൻ്റെ മൂല്യം, 2000 രൂപയ്ക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ പരസ്പരം വിനിമയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വസ്തുക്കൾ മുഖേന അല്ലെങ്കിൽ സാധന സേവനങ്ങളാണ് നമുക്കവിടെ വിനിമയം ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ എന്ത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നില്ല, മൂല്യം നമുക്കവിടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം നമുക്കവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ ആണ് നമുക്കവിടെ പറയുന്നത്. ഇനി പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായത്തിൽ നമ്മളവിടെ വസ്തു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു സാധന സേവനങ്ങൾ മാത്രമാണ് നമ്മളവിടെ എന്ത് ചെയ്തിരുന്നത്, വിനിമയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സ്റ്റോർ ഓഫ് വാല്യൂ ഒരാൾക്ക് ഇത്ര രീതിയാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് അവിടെ അന്നത്തെ കാലത്ത് പറഞ്ഞ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമുക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ കൂടുതലായിട്ടും വിനിമയം ചെയ്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരുപാട് കാലം നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് അവിടെ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പെരിഷബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് പെട്ടെന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് കേട് വന്നു പോകുന്ന വസ്തുക്കളാണ് നമുക്കവിടെ ഏത് പറയുന്നത്, പെരിഷബിൾ ഗുഡ്സ് ആയിട്ട് നമുക്ക് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് കാലം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് അവിടെ സാധിക്കില്ല. അപ്പം അതിൻ്റെ ഒരു പോരായ്മ നമുക്ക് അവിടെ പറയുന്നത് വസ്തു എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ
സാധിക്കുന്നില്ല. ഇന്ന് എന്ന് പറയാൻ നമുക്കൊരു വസ്തു നമുക്ക് അവിടെ എന്താ വാങ്ങിച്ചിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊരാൾക്ക് എന്താണ് പൈസയുടെ രൂപത്തിൽ ഇല്ലേ, 10 രൂപയ്ക്ക് ഞാൻ ഒരു വസ്തു തരാം, 10 രൂപ നിങ്ങൾ തന്നാൽ ഈ വസ്തു തരാം. അപ്പം നമുക്ക് എന്താണ് പണത്തിൻ്റെ രൂപത്തിൽ ആ ഒരു വസ്തുവിനെ നമുക്ക് അവിടെ ശേഖരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ബൈസൈക്കിൾ മേടിച്ചു, നമുക്കത് പഴയ സൈക്കിളായി, നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, OLX പോലത്തെ രീതിയിൽ നമ്മളവിടെ അതിന് വിൽപ്പന ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഈ വക വസ്തുക്കൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാതെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ എന്താണ് ക്യാഷാക്കി മാറ്റാനുള്ള രീതി നമുക്ക് ഇന്ന് നിലവിലില്ല. പണ്ട് ആ ഒരു സംഭവം നമുക്ക് എന്താണ് നമുക്ക് ഇന്ന് നിലവിലുണ്ട്. പണ്ടത്തെ കാലത്ത് ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്താണ് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് നമുക്ക് അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് നമുക്ക് അവിടെ പറഞ്ഞത് ലാക്ക് ഓഫ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ് ആണ് നമുക്ക് അവിടെ പറയുന്നത്. ഇവിടെ ഡിഫേർഡ് പേയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിലേ പേയ്മെന്റ് ഇല്ലേ, നമുക്ക് മെല്ലെ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് പോകുന്നുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി നമ്മളൊരു വസ്തു മേടിച്ചു, ഒരു 1500 2000 രൂപയ്ക്കാണ്. നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മുടെ ബാങ്കിൽ നിന്ന് എപ്പോഴാണോ പൈസ ഡിഡക്റ്റ് ചെയ്യണത് ആ ഒരു സമയത്ത് മാത്രം നമുക്ക് അത് തിരിച്ചു കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് അവിടെ ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. നമുക്ക് ഏത് വസ്തുവാണോ നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വസ്തു നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം, പെൻഡിങ് വെക്കാൻ പറ്റില്ല. പക്ഷെ പണം സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ മണി സിസ്റ്റം വന്നോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരാളിൽ നിന്നൊരു വസ്തു മേടിക്കും. ഇപ്പം നമ്മൾ ഫോണൊക്കെ നമ്മൾ EMI മേടിക്കുന്നുണ്ട്, ഇത്ര മാസം അല്ലെ 7 മന്ത്, അല്ലെങ്കിൽ കാറ് നമ്മളവിടെ മേടിക്കുന്നുണ്ട്, ഇത്ര വർഷത്തെ പെൻഡിങ്. അപ്പം നമുക്ക് എന്താണ് അതിനുള്ളൊരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. ക്രെഡിറ്റ് ഫെസിലിറ്റി, മോഡേൺ ഡിജിറ്റലൈസേഷൻ ഇന്ത്യ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ATM കാർഡ് പോലത്തെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ നമുക്ക് അവിടെ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു ഡിലേ പേയ്മെന്റിലൂടെ ഇന്ന മാസം തരാം, അല്ലെങ്കിൽ ഇന്ന വർഷം തരാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡിലൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം എന്ന് പറയാനുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്ക് പണം വന്നതോടുകൂടി നമുക്ക് അവിടെ നിലവിൽ വന്നു. പക്ഷെ ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഓപ്ഷനോ കാര്യങ്ങളോ നമുക്ക് അവിടെ നിലവിലുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയാണ് നമുക്ക് അവിടെ 4 പോയിന്റ് അല്ലെങ്കിൽ 4 ഡിഫിക്കൽട്ടീസ് ആയിട്ട് നമുക്ക് അവിടെ ഇതിന് പറയുന്ന ഒരു ബാർട്ടർ സിസ്റ്റത്തിന് നമുക്ക് അവിടെ പറയുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 6000 BC കാലഘട്ടത്തിൽ തുടക്കമിട്ടതാണ് നമുക്ക് അവിടെ മെസപ്പൊട്ടോമിയ ട്രൈബൽ മുഖേന നമുക്ക് അവിടെ തുടക്കമിട്ടതാണ് ഒരു ബാർട്ടർ സിസ്റ്റം നമുക്ക് അവിടെ പറയുന്നത്. ബാർട്ടർ സിസ്റ്റത്തിലൂടെ നമ്മൾ പറഞ്ഞു വിനിമയം ചെയ്യുക, സാധന സേവനങ്ങൾ പണമില്ലാതെ വിനിമയം ചെയ്യുന്നതിനാണ് നമ്മളവിടെ ബാർട്ടർ സിസ്റ്റം കൊണ്ട് നമുക്ക് അവിടെ പറയുന്നുണ്ട്. പിന്നെ 1ാമത്തെ പോരായ്മ നമുക്ക് അവിടെ പറഞ്ഞത് ഇരു കൂട്ടരുടെയും ആവശ്യകത ഒരേപോലെയാണെങ്കിൽ കുഴപ്പമില്ല, അതല്ല ഒരേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാർട്ടർ സംവിധാനം നമുക്കവിടെ നല്ല രീതിയിൽ അവിടെ വിജയിക്കില്ല. 2ാമത്തെ നമുക്ക് അവിടെ മെഷർ ഓഫ് വാല്യൂ കൃത്യമായിട്ട് നമുക്കവിടെ അളന്ന് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നമുക്ക് അവിടെ തിട്ടപ്പെടുത്തി എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. 3ാമത്തെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൻ്റെ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കാർഷിക രീതിയിലുള്ള വിളവെടുപ്പുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം അവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, സൂക്ഷിച്ചു വെക്കാൻ സാധിക്കില്ല. 4ാമത്തെ നമുക്ക് അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ് ഇല്ലേ, നമുക്ക് ഡിലേ ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, പെൻഡിങ് ചെയ്യുന്ന വസ്തു നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കില്ല. പണത്തിന്റെ രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ തരാം, അല്ലെങ്കിൽ ചെക്ക് ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ മുഖേന നമുക്ക് അവിടെ ഡിഫേർഡ് പേയ്മെന്റ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ ഡിലേ ചെയ്യുന്ന പേയ്മെന്റ് നമുക്ക് അവിടെ ചെയ്യാനുള്ള രീതി നമുക്കിവിടെ ഏതിലുണ്ട്, ഈ മണി പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിലൂടെ നമുക്ക് അവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അവിടെ പണം എന്താണ്, പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ, മോണിറ്ററി സിസ്റ്റം, അതേപോലത്തെ RBI ഫംഗ്ഷൻ എന്താ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.